എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ MLA ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പോഴാണ് ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത്. എന്താ കോട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും ദീപികയ്ക്ക് സംശയമുണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിലായി, ഈ മറുപടി റെക്കോർഡിക്കലാണ്. അപ്പോൾ കോട്ടയത്തിന് അടുത്തടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല. PT ചാക്കോയുടെ പ്രതിമയുടെ MG രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത PT ചാക്കോയുടെ പ്രതിമയുടെ പുറത്തായിരിക്കും പൊട്ടി വീഴാൻ പോകുന്നത്. സാർ, ഒരു നാടിൻ്റെ ദുഃഖമായി നിൽക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം 10 വർഷത്തോളമായി നിശ്ചലത്തിൽ ആയിട്ട് നിൽക്കുകയാണ്. സാർ, MC റോഡിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് 5 റോഡുകൾ വന്നു ചേരുന്ന സ്ഥലത്ത് മേൽപ്പാലം വേണമെന്ന് നാറ്റ്പാക്ക് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു സ്കൈ വോക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തു. നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്ന ഇത് പ്രോജക്റ്റ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടി ഒരു വാക്കുണ്ട്. അങ്ങക്ക് ഇത് കൃത്യമായിട്ടറിയാം. അങ്ങ് അത് വഴി പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും അങ്ങും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. സാർ, നമ്മളുടെ സാംസ്കാരിക കേന്ദ്രമായ കോട്ടയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ സ്കൈ വോക്കിന്റെ പണി പൂർത്തീകരിക്കണം. ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതിയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. റെക്കറിംഗ് എക്സ്പെൻഡിച്ചറോ താങ്ങാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി നിയമം അനുവദിക്കുന്നില്ല. വൺ ടൈമായിട്ട് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി പ്രവർത്തിക്കുന്നത്. ആ മാനദണ്ഡത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ പദ്ധതി വന്നിരിക്കുന്നത്. ഈ പദ്ധതിയിൽ സ്കൈവാക്ക് ഒരു ഓവർ ബ്രിഡ്ജ് എന്നാണ് ഉപ്പണം. അതിനകത്ത് ചില വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നീട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ഏൽപ്പിക്കണം എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഈ പണം നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നതിലെ അറിയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നത്തെ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഓവർ ബ്രിഡ്ജുകൾ, റോഡുകൾ, ബ്രിഡ്ജുകൾ ഇവ നിർമ്മിക്കാനുള്ള അധികാരം നൽകിയിരുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ്. ഈ കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന PWയുടെ ജനറൽ വർക്ക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അത് ലംഘിച്ചുകൊണ്ടാണിത് അന്നത്തെ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇത് കിറ്റ്കോയ്ക്ക് കൈമാറി. കിറ്റ്കോയ്ക്ക് കൈമാറിയ പണി ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ്, ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ MLA ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പോഴാണ് ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി കണ്ടു എന്നൊക്കെ ചോദിച്ചു. എല്ലാവരും കാണുമ്പോൾ ധരിക്കുന്നത് ഇതങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണക്കാർ. പക്ഷേ ഇത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ഹൈക്കോടതി നോട്ടീസ് തന്നു. അപ്പോൾ ഹൈക്കോടതി നോട്ടീസ് തന്നപ്പോൾ നമ്മൾ ഇതിന് സ്ഥലം അക്യൂറാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് ഇതിന് സ്വകാര്യ സ്ഥലമോ മറ്റു സ്ഥലങ്ങളോ അക്യൂർ ചെയ്യേണ്ടതില്ല, അതിൻ്റെ ആവശ്യം വരികയില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കളക്ടർക്ക് ഞങ്ങളൊരു കത്ത് കൊടുത്തു. ആ കത്തിൽ പറയുന്നത് അവിടെ YMCയുടെ സ്ഥലമുണ്ട്, പിന്നെ കോർപ്പറേഷൻ്റെ സ്ഥലം മാത്രമാണ്, മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങളെല്ലാം അക്യൂറാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. സ്വകാര്യ വ്യക്തികൾ, ഒരു ചർച്ചിൻ്റെ ഉണ്ട്, ഇവരെല്ലാം ഫ്രീ ആയിട്ട് തരുമെന്നാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ CSIയുടെ ഉണ്ട്, CSI ചർച്ചുണ്ട്, ഭൂവുടമകൾ, തപാൽ വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഭൂമി വിട്ടു നൽകാൻ പിന്നീട് വിസമ്മതിച്ചു. ആദ്യം അവർ സമ്മതിച്ചു എന്ന് പറയുന്നു വാക്കാൽ, പക്ഷെ പിന്നീട് അവർ വിസമ്മതിച്ചു. ആകെ ഭൂമി നൽകിയത് അന്ന് ജില്ലാ കളക്ടറാണ് അറിയിച്ചിരിക്കുന്നത്, ഇനി അവർ ഭൂമി തരാൻ സാധ്യതയില്ല. സാർ, അത് ആ സ്ഥലം തരാത്തത് കൊണ്ട് നമ്മൾ കാശ് കൊടുത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരമില്ല. പിന്നെ റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ, ഇതിൻ്റെ ലിഫ്റ്റ് സ്ഥാപിക്കണം. പിന്നീട് ലിഫ്റ്റ് പാലക്കാട് IIT പരിശോധിച്ച ഒരു റിപ്പോർട്ടർ, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വായിക്കാം. നിർദ്ദിഷ്ട സ്കൈവാക്ക് ഘടനയിൽ മതിയായ ശക്തിയില്ല എന്നും അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിന് സാധ്യത പരിശോധിക്കേണ്ടതാണെന്നും കൂടാതെ ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും സൈസ് കൂട്ടേണ്ടതാണെന്നും IITയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് IIT പരിശോധിച്ച റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇക്കാര്യം. ഇത് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൈവാക്കിന്റെ DPRൽ 5 റോഡുകളുമായി 5 സ്റ്റെയർ കേസുകൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ നാറ്റ്പാക്കിന്റെ പഠനത്തിൽ 6.5 മീറ്റർ ഉയരമുള്ള സ്കൈവാക്കിന് സ്റ്റെയർ കേസിനൊപ്പം ലിഫ്റ്റും നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശം വന്നു നാറ്റ്പാക്ക് പഠിച്ചിട്ട്. അത് പിന്നീടാണ് നാറ്റ്പാക്ക് പഠിക്കുന്നത്. 6 ലിഫ്റ്റ് 3 സ്റ്റെയർ കേസും ഇതിലേറെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റും കൂടി ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിറ്റ്കോ തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം 17,85,00,000 രൂപ വേണ്ടി. അദ്ദേഹം പറഞ്ഞ പോലെ 1 കോടി രൂപ അങ്ങയുടെ ഫണ്ടിൽ നിന്ന് നൽകിയതുകൊണ്ട് തീരില്ല. 17,85,00,000 ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. 5 കോടി അനുവദിക്കുകയും പിന്നീട് 5-18 വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ശരിയാണ്. അതൊരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുമ്പോഴാണ് അത് വന്നിരിക്കുന്നത്. ഫൈനലായിട്ട് കളക്ടർ എന്ന മറുപടിയിൽ
ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ നൽകണമെന്ന് അദ്ദേഹത്തെ പറഞ്ഞു. കോടതിയിൽ കൊടുക്കാനാണെന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം നൽകിയത് വൈകിയാണെങ്കിലും അദ്ദേഹം കൃത്യമായി മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടിയിൽ പറയുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല, ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെൻറ്റേതാണ്, ഒന്ന് CSI ചർച്ചിൻ്റെതാണ്, വിട്ടുതരില്ല. അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാതെ ഇത് ചെയ്യുകയാണെങ്കിൽ റോഡിലായിരിക്കും നിൽക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ഇത് പിന്നീട് പൊളിച്ചു മാറ്റേണ്ടി വരും. നമ്മളിപ്പോൾ 17 കോടി ചിലവാക്കി നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ചു കഴിയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചു കളയേണ്ടി വരും. കാരണം കിറ്റ്കോയുടെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പാലക്കാട് IIT പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം കൂടി വരുന്ന ലിഫ്റ്റിൻ്റെ പൈസയെല്ലാം കൂടി 17.5 കോടി വരും. പക്ഷേ റോഡിലേക്ക് ഇറക്കി പോയി സ്ഥലം എടുക്കാതെ റോഡിൽ നിന്ന് ചെയ്യാവുന്നതിരിക്കുക. ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അതിൽ 17 കോടി 58 ലക്ഷം രൂപ വേണമെന്നാണ് കിറ്റ്കോ തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ എടുക്കുമ്പോൾ അറിയത്തുള്ളൂ. സ്ട്രെങ്തൻ ചെയ്ത് സ്ഥലം ഏറ്റെടുത്ത് അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ആ റോഡിലുണ്ടാകുന്ന തുടർന്നുള്ള ഫർദർ വികസനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അത് ഇത്രയും പണം ചെലവാക്കി ഇത്രയും പണം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കാരണം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒരു കാര്യമല്ല. സാർ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? സാർ, 5 മെയിൻ റോഡുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് മനുഷ്യൻ പോകട്ടെ, അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ. എല്ലാ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ദീപിക എഡിറ്റോറിയൽ എഴുതി, മനോരമ അതിനെക്കുറിച്ച് ശക്തമായി വാദിച്ചു. സാർ, ഇത്രയുമുള്ള പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ടൊരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി. അതിനകത്ത് എന്റെ നിലപാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്തൊരു വകുപ്പ് തനിക്ക് ആവശ്യമില്ലാത്ത പണി ചെയ്യിക്കുകയും പിന്നീട് അങ്ങ് പറഞ്ഞ ചെറിയ ഒരു കാര്യം, ഈ കാര്യം എന്താണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന എന്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിന്റെ പറയും. ഇപ്പൊ കേരളം എന്താ കോട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും ദീപികയ്ക്ക് സംശയമുണ്ടെങ്കിലും ഈ മറുപടി റെക്കോർഡിക്കലാണ്. ഈ മറുപടി പറഞ്ഞ ഒരു കാര്യവും അസത്യമില്ല, സത്യം മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഫയൽ അങ്ങേക്കും പരിശോധിക്കാം. വളരെ വലിയ ഫയലാണ്. ഇത്ര വലിയ കെട്ടുള്ള 3 ഫയലുണ്ട്. കുറെ കാണായിട്ട് നടക്കുന്ന വ്യവഹാരങ്ങളാണ്. വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷന്റെ നിരോധനം നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇത് 5 കോടി എന്നുള്ള 18 കൊടുത്ത് അത് തന്നെ തെറ്റായ നടപടിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത്. സാർ, അങ്ങേയറ്റം സാങ്കേതികമായ പിഴവുകളും ഉള്ളൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കണം അങ്ങ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അത് എത്തിക്കും. അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ ഇതിന്റെ കൂടുതൽ അപകടം ഞാൻ പറഞ്ഞതിന്റെ സത്യം മനസ്സിലാകും. അങ്ങ് പറഞ്ഞു സ്ഥലം അക്വയർ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥി മിത്രം. അപ്പൊ കോട്ടയത്തിന് അടുത്തടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല. PT ചാക്കോയുടെ പ്രതിമയുടെ MG രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത PT ചാക്കോയുടെ പ്രതിമയുടെ പുറത്തായിരിക്കും പൊട്ടി വീഴാൻ പോകുന്നത്. ഇതൊക്കെ അറിഞ്ഞാത്തോടല്ല. കോട്ടയം നഗരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും, മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നിൽക്കും എന്നങ്ങ് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ ഫയൽ എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം. ഏതായാലും